മിനുവിന്റെ ഒരു തുറന്നു പറച്ചിലുണ്ട്. അതിന്ന് മലയാള സിനിമാ ലോകത്തെ പല മുഖം മൂടികളും അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ചില സിനിമകളുടെ കാര്യം താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ താങ്കൾ ആദ്യം അഭിനയിച്ച സിനിമയുടെ ഇത് ദേ ഇങ്ങോട്ട് നോക്കിയേ, ആ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവമാണല്ലോ താങ്കൾ ആദ്യം പറഞ്ഞത്. അത് ഈ പിന്നീട് വളർന്ന് ഈ അമ്മയിൽ അംഗത്വം താങ്കൾക്ക് നിഷേധിക്കുന്നതിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തിച്ചു. എന്തായിരുന്നു ഈ ദേ ഇങ്ങോട്ട് നോക്കിയ സിനിമയിൽ ഉണ്ടായ പ്രശ്നം? ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന എന്റെ ലൊക്കേഷന് ട്രിവാൻഡ്രത്തെ സെക്രട്ടേറിയറ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും അവിടെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു, ഗ്രൗണ്ടിലായിരുന്നു എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ ബാത്റൂമിൽ തന്നെ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് അവിടെ ഇറങ്ങിയപ്പോ പെട്ടെന്ന് അവിടെ ഞാൻ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യർ പോലും അവിടെ ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോണ്ട് കയറി ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകത്തില്ലേ, പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ അത് ജയസൂര്യായിരുന്നു. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു നടൻ, ഒരു പ്രമുഖ നടൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഉടനെ അമർത്തി നമ്മളെ ചുംബിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തള്ളിയിട്ടിട്ട് ഞാൻ ഓടി താഴെ ചെന്നു. താഴെ ചെന്നിട്ട് ഇത് എങ്ങനെ പെട്ടെന്ന് എന്റെ നാവ് ഇറങ്ങിപ്പോയോ അതുപോലെ ആയിപ്പോയി. കാരണം അത് പെട്ടെന്നൊരു ഷോക്ക് തന്നെ ആയിപ്പോയായിരുന്നു. താഴെ പോയിട്ട് ജഗതി ചേട്ടനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാൻ മനസ്സും കൊണ്ട് ആഗ്രഹിച്ചു. അവിടെ പോയിട്ട് ഞാൻ കസേര വലിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരൻ എന്റെ പുറകെ തന്നെ ഓടിയെത്തിയിട്ട് പറഞ്ഞു, മിനു എനിക്കൊരു കാര്യം പറയാനുണ്ട്, യെസ് ഓർ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, മിനുവിന് താല്പര്യമാണെങ്കിൽ നമുക്ക് ആ ഫ്ളാറ്റിൽ വെച്ച് കാണാം, പിന്നെ മിനുവിന് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ. അപ്പൊ അതോടെ തീർന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു മുകേഷിന്റെ പെരുമാറ്റം. അതുപോലെ തന്നെ കലണ്ടർ എന്ന സിനിമയിൽ താങ്കൾ അഭിനയിക്കുമ്പോഴാണല്ലോ മുകേഷിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത്. കലണ്ടർ സിനിമയുടെ നിർമ്മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്, സജി നന്ദിയാട്ടുണ്ട്, ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ മുകേഷ് അവസാനം താങ്കൾക്ക് ഈ അമ്മയിൽ അംഗത്വം നിഷേധിക്കുന്ന രീതിയിലേക്ക് താങ്കളോട് തുറന്നു പറഞ്ഞുവല്ലോ, ഞാനുള്ളപ്പോൾ താങ്കൾക്ക് അംഗത്വം കിട്ടില്ല അമ്മയിൽ നിന്ന്. അതായത് ഒരു 6 സിനിമയിൽ അഭിനയിച്ച പരിചയവുമായി താങ്കൾ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു അംഗത്വം കിട്ടുന്നതിനുള്ള അതിന്റെ പ്രാഥമിക മാനദണ്ഡം. എന്താണ് മുകേഷ് താങ്കളുമായിട്ട് ഇങ്ങനെ ഒരു ശത്രുത വെച്ച് പുലർത്താൻ കാരണമായത്? അയ്യോ, ശത്രുതയൊന്നുമില്ല. പുള്ളിക്കാരൻ ഹീസ് സോ അഡമന്റ്. ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ വേണം, എനിക്ക് അവള് വശംവദയാവണം, അങ്ങനെ ഒരു അഡമന്റ് നല്ലതല്ലോ. അപ്പം പുള്ളിക്കാരൻ എന്നോടൊരു ഇൻട്രസ്റ്റ് തോന്നി, എനിക്ക് മിനുവിനെ കാണണം. അതെന്താന്ന് എനിക്കറിയത്തില്ല. പുള്ളി ചെന്നൈയിൽ വന്നപ്പോഴൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാക്കനാട് ഒരു കാക്കനാടോ വൈറ്റിലയിലോ എവിടെ കണ്ട് ഒരു വില്ലയുണ്ട്, മിനു അവിടെ വരണം. അങ്ങനെയൊക്കെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിരുന്നു മുകേഷ് ചേട്ടന്. ഐ വാണ്ട് യു അങ്ങനെയുള്ള, അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ അതിന് ഞാൻ റെഡി ആകാതിരുന്നപ്പോൾ എന്നോട് കൂടുതൽ ശത്രുത പുള്ളിക്കാരനാണ് ഉണ്ടായത്. ഐ എം റെഡി ടു വർക്ക് ആസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷേ ഈ ബെഡ് ഷെയറിംഗ് ഒന്നും അത് എനിക്കെന്നല്ല, ഒരു നടികൾക്കും ഒരു സ്ത്രീകൾക്കും സാധിക്കുന്നതല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ ഒരു ക്യാരക്ടറിന് വേണ്ടിയോ, അല്ലാണ്ട് ഇദ്ദേഹം ഒരു പ്രമുഖ ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് കിടക്കണം എന്ന് നമ്മൾ കിടന്നേ പറ്റുള്ളൂ, അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇത് ഈ അംഗത്വം തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ? എന്താണ് സംഭവിച്ചത്? അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ ഇടവേള ബാബു, അദ്ദേഹം അമ്മയിലെ പ്രബലനായിരുന്നുവല്ലോ. അപ്പോൾ ഇടവേള ബാബു പക്ഷെ താങ്കളെ അമ്മയിൽ ചേർക്കാം എന്ന വാഗ്ദാനമല്ലേ നൽകിയത്? അമ്മയിലെ ചേർക്കാം എന്നല്ല, ഇങ്ങോട്ട് വരൂ, ഫോം തരാന്ന് പറഞ്ഞു, ഫോം ഫില്ല് ചെയ്യണം, സിഗ്നേച്ചർ കിട്ടണം എന്ന് പറഞ്ഞു. അതായത് അവിടെയും ഞാൻ തരാം, പക്ഷെ യു ഹാവ് ടു ഷെയർ ബെഡ് വിത്ത് ഹിം ആൾസോ. അങ്ങനെ ഒരു അപ്രോച്ചാണ് എനിക്ക് അവിടെ സംഭവിച്ചത്. അവിടെ വന്നപ്പോൾ മാന്യമായിട്ട് ഞാൻ അവിടെ ഫോം ഫിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ കയറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം എ സിംഗിൾ, ഐ എം എ ബാച്ചിലർ, എന്തുകൊണ്ട് വൈ കാണ്ട് യു കോപ്പറേറ്റ് വിത്ത് മീ എന്നൊന്നും ഒരു റിക്വസ്റ്റിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പൊ അവിടെയും അവരെല്ലാം പോട്ടെ, മിനു എന്റെ അടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഞാൻ അതൊക്കെ റെഡിയാക്കി തരാം എന്നുള്ളൊരു അപ്രോച്ചായിരുന്നു പുള്ളിക്കാരന്റെ സൈഡിൽ നിന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ഫോം അവിടെ ഇട്ടിട്ട് ഓടിപ്പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുകേഷ് പറഞ്ഞിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ ഈ ടെസ് ജോസഫ് എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നുവല്ലോ, ഈ കോടീശ്വരന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ആ ഒരു സംഭവം വന്നപ്പോൾ മുകേഷ് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന്. അങ്ങനെ പറഞ്ഞതാണോ താങ്കൾക്ക് ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ നടത്തണം, ഇപ്പോൾ അത് പറയണം എന്ന തോന്നലുണ്ടാകാൻ കാരണം?
ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖംമൂടി എടുത്തേ പറ്റത്തുള്ളൂ. ഇതെന്താ ഹീസ് ആക്ടിങ് ടു സ്മാർട്ട്. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എത്ര എന്റെ മാത്രമല്ല എത്രയോ പെണ്ണുങ്ങളുടെ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ ഭാര്യ സരിത, രണ്ടാമത്തെ വൈഫ് ദേവിക, ഇവരെല്ലാവരെയും ക്രൂശിച്ചതും പോരാ, സാധാരണ പെണ്ണുങ്ങളെയും ക്രൂശിച്ചതും പോരാ. എന്നിട്ടിപ്പോ ഇത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്തു, നോ, ഐ വിൽ ബ്രിങ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അതെല്ലാം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ശരി, പരാതി നൽകുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതിപ്പോൾ പോലീസിൽ പരാതി നൽകിയാൽ സ്വാഭാവികമായിട്ടും അത് കേസും നിയമ നടപടികളിലേക്കും പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിയമ നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാ പോക്ക്? ഈ കേരളത്തില് നമ്മുടെ കേരളം ഒരു നല്ല രീതിയിൽ ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് നിയമത്തിന്റെ സൈഡിൽ നിന്നും എല്ലാ സേഫ്റ്റിയും സംരക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റത്. അപ്പോ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമാണ് ജോലി സ്ഥലത്ത്. ഏത് ജോലി സ്ഥലമായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഓഫീസ് ആയിക്കോട്ടെ, സിനിമ ഫീൽഡ് മാത്രമല്ല. അപ്പം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് വാട്ട് എവർ ഇറ്റ് ഈസ്, സെലിബ്രിറ്റി ആണെങ്കിലും ഒരു പാവപ്പെട്ടവനായാലും മുതലാളിയാണെങ്കിലും ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രൊമിനന്റ് ആക്ടർ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കേസിനെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാരണം ഇതിന്റെ മെന്റൽ അഗ്നി, മെന്റൽ ടോർച്ചർ, എത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ചു അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഐ എം സ്റ്റിൽ വീപ്പിംഗ് ഇൻസൈഡ്. എനിക്ക് ആരടുത്തും ഷെയർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയോ, അത്രത്തോളം വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ജന്മനാടും വിട്ട് ഇവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഞാൻ ഈ നാട് വിട്ട് തന്നെ ഞാൻ ചെന്നൈക്ക് പോയത്. പക്ഷെ ദൈവത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല നല്ല റോളുകൾ കിട്ടി. ചെന്നൈയിൽ ചെന്നപ്പോൾ അത് ഒരു കാര്യം. പക്ഷെ എന്നെ പോലെ എത്ര സ്ത്രീകളെ, ഞാനൊരു മച്ചുവേർഡ് ലേഡിയാണ്, എന്റെ അടുത്ത് ഇവരിങ്ങനെ ബിഹേവ് ചെയ്തെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഇവർ വെറുതെ വിട്ടു കാണുമോ? ആ കൊച്ചുകുട്ടികൾ ആരോട് വന്ന് പറയും? ആരോടും പറഞ്ഞ് വീട്ടിൽ പോയി പറയാൻ പറ്റുമോ? പിന്നെ അവരെ സിനിമയിൽ വിടത്തില്ല. ഇവരാരോട് പറയും? ഇനി ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എവിടെയും കംപ്ലൈന്റ് കൊടുത്താൽ ഇവർക്കൊരു നല്ലൊരു ഭാവി കിട്ടുമോ? ഇവർക്ക് കല്യാണം കഴിക്കേണ്ടതല്ലേ? ഇവർക്ക് നല്ലൊരു മാരേജ് പ്രപ്പോസൽ കിട്ടുമോ? അതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെ ഞാൻ ഈ 13 വർഷം എന്റെ നെഞ്ചിൽ വെച്ച് ഒളിച്ചു വെച്ചിരുന്ന ഒരു സങ്കടം അതുപോലെ എത്ര പെൺകുട്ടികൾ ഈ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്നസെന്റ് ആയിരുന്നല്ലോ അന്ന് അമ്മയുടെ പ്രസിഡന്റ്, ഇന്നസെന്റിനോട് താങ്കൾ ഈ പരാതി പറഞ്ഞു എന്നാണല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമീപിക്കാൻ പറഞ്ഞു, ഇല്ലേ? പറഞ്ഞു. അപ്പോൾ അവിടെ അതോർത്തപ്പോൾ താങ്കൾക്ക് പോകാൻ തോന്നിയില്ല എന്നാണോ? ഇതേ ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അല്ല, ആക്ച്വലി ഞാൻ ഫിലിം ഫീൽഡിൽ അന്ന് 2008-2009 ഞാൻ പുതിയതാണല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. അമ്മേനെ കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. അന്നേരം ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല. അതുകൊണ്ട് മിനു 6 സിനിമയല്ല 2-3 സിനിമയും കൂടെ ചെയ്തിട്ട് വാ, അപ്പൊ ഞങ്ങള് മെമ്പർഷിപ്പ് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇതാരൊക്കെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? ഞാൻ ചോദിച്ചാൽ ആരാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്? അന്നേരല്ലേ അറിയണേ, ജയസൂര്യ, മണിയമ്പല രാജു ചേട്ടൻ, മുകേഷ് ചേട്ടൻ, പിന്നെ ആരാ, ഇടവേള ബാബു. ഇവര് തന്നെയാണ് എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. പിന്നെ എനിക്ക് കിട്ടുമോ? അവര് തന്നെയാണ്. ആ ഒരു ധൈര്യത്തിന്റെ ഇതിലാണ് അവർ അത്രയും ഫ്രീ ആയിട്ട്, അത്രയും ബ്രേവ് ആയിട്ട് അവർ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ മിസ്ബിഹേവ് ചെയ്തത്. അപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എനിക്ക് ഇനി കാരണം ഇവർ കുറെ നാളായിട്ട് ഇവര് തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാർക്കും ഒരു ചാൻസ് കിട്ടില്ല. നമ്മളെല്ലാം വിറ്റ്നസ് ആണ്. ഇപ്പൊ തിലകൻ ചേട്ടന്റെ ആയാലും ആരും തിലകൻ ചേട്ടനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ ആരും തയ്യാറായില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇവിടെ എത്ര നല്ല കഴിവുള്ളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ടോവിനോ, ഇവർക്കൊക്കെ എന്തുകൊണ്ട് അമ്മയിലോട്ട് വന്നുകൂടാ? ഈ സ്ഥാനം ഏറ്റെടുത്തുകൂടാ? അവരൊക്കെ വരണം. പാർവതി, ഇവരെല്ലാം അമ്മയിലെ ജെൻസ് മാത്രമല്ല, രണ്ടുപേരും വേണം, ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്, പല സ്ഥലത്തും വന്നിട്ടുണ്ട്. മാത്രമല്ല പൃഥ്വിരാജ് ഇന്ന് ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം കൂടി മിനു, ഇപ്പോൾ ഈ മണിയമ്പിള്ള രാജു ഇന്ന് പറഞ്ഞത് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയും പണം തട്ടുന്നതിന് വേണ്ടിയും ഇനിയും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരും. ഇതാണ് മണിയമ്പിള്ള രാജുവിന്റെ ഇന്നത്തെ ഒരു വിശദീകരണം. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? അതിൽ യാതൊരു പ്രസക്തിയില്ല. അവസരങ്ങൾ കിട്ടാൻ ഞങ്ങൾക്ക് മണിയമ്പല രാജു ചേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഇതുപോലെ ഇങ്ങനെ തോന്നിവാസം പറയേണ്ടൊന്നും ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. എന്തോരം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ
ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയോ ആൾക്കാർ ഫിലിമിൽ വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾക്കും ബെഡ് ഷെയർ ചെയ്ത് ഒരു ക്യാരക്ടർ ആർക്കും വേണ്ട. പിന്നെ ഇദ്ദേഹം ഈ പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ആ സമയം കഴിഞ്ഞു. നൗ ഹീസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ഇൻഡസ്ട്രിയാണ്. അപ്പം അങ്ങനെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഈ ഫിലിം ഫീൽഡിൽ എത്രയോ ആണുങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ പേരുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും പറയാത്തത്? എന്തുകൊണ്ട് മണിയമ്പിള്ള രാജേട്ടന്റെ മാത്രം പേര് പറയുന്നത്? നോട്ട് ദ പോയിന്റ് ആണ്. അത് മനസ്സിലാക്കണം. എന്തോരം പേരുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമാണ് ക്ഷമിക്കാം. ഇത് ആദ്യമേ കലണ്ടർ മൂവിയിലും എന്നെ കുറെ മെന്റൽ ടോർച്ചർ ചെയ്തു. പിന്നെ ഡാത്തടി എന്ന മൂവിയിലും അത് ഭയങ്കര ഞാൻ ഇന്ന് വരും, ഡോർ തുറന്നിടണം, എത്ര അവകാശത്തോടെ ഇത് ഭാര്യയോട് പോലും ഇത്രയും വലിയ അവകാശത്തോടെ പറയൂ. അതുപോലെ അങ്ങനെ ഞാൻ വരും, തുറന്നിടണം, അത്രയും ഒക്കെ വല്ല ഒരു ആധികാരികമൊക്കെ എടുക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ ഒരു ഫൂളിഷ്നെസ്. അതിൽ ഒരു പ്രസക്തിയില്ല. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ രണ്ടുപേരിൽ നിന്നും ഒന്നിലേറെ സെറ്റുകളിൽ മോശം അനുഭവം ഉണ്ടായി. കലണ്ടറും ഡാത്തടിയായും രണ്ട് സിനിമയിൽ നിന്ന് ഉണ്ടായി. മുകേഷിൽ നിന്ന് ഏതൊക്കെ സിനിമ? കലണ്ടറിലും എന്നോട് വളരെ മോശമായിട്ട് തന്നെ അബ്യൂസ് ചെയ്തു. അല്ല, മുകേഷ് ഏത് സെറ്റിലായിരുന്നു? മുകേഷ് കലണ്ടറിന്റെ സെറ്റിലുണ്ടായിരുന്നു. നാടകമേ ഉലകം എന്ന സെറ്റിലും പുള്ളിക്കാരുണ്ടായിരുന്നു. നാടകമേ ഉലകം അവിടെ വെച്ചാണ് ഞാൻ ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടത്. ശരി, സജി നന്ദ്യാട്ട്, കലണ്ടർ സിനിമയുടെ നിർമ്മാതാവ് താങ്കളാണല്ലോ. ഈ താങ്കളുടെ സിനിമയുടെ ഒരു സെറ്റിൽ വെച്ചാണ് ഇങ്ങനെ മിനു കുര്യന് മോശം അനുഭവം ഉണ്ടായത്. അല്ല, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഫിലിം ചേംബർ എന്നുള്ള ഒരു ടൈറ്റിൽ മാറ്റണം. ഞാൻ വ്യക്തിപരമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. അതെ, മിനു കലണ്ടർ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാണ് എനിക്ക് പരിചയം. കാരണം ഞാൻ കാസ്റ്റ് ചെയ്ത ആളല്ല മിനു. കാരണം എനിക്ക് വന്നത് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വന്ന് മിനു മണിയമ്പിള്ള രാജുവിന്റെ ഒരു പള്ളിയിലച്ഛന്റെ ഭാര്യ കൊച്ചമ്മ എന്ന് പറയുന്ന അച്ഛന്മാരുടെ ഭാര്യമാരെ അങ്ങനെ വിളിക്കുക. നന്നായിട്ട് അഭിനയിച്ചു. പിന്നീട് മിനുവായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങളുടെ സിനിമയെ ബന്ധപ്പെട്ട് പ്രൊമോഷൻ ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ മിനുവിന്റെ പല പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. മിനു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്. ഡാൻസ് അറിയാം, പാട്ടറിയാം, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചു വന്ന ആളാണ്. സിനിമയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. അതിനകത്തൊന്നും അറിയാതെ വന്ന ഒരാളാണ്. പക്ഷെ പരാതികളൊന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. പിന്നീട് അത് അന്ന് നമ്മൾ കൂടുതൽ അടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് എന്നോട് മിനു ചില സൂചന തന്നിട്ടുണ്ട്. ഇത്രയും ആഴത്തിൽ തന്നിട്ടില്ല, ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് മിനു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. തെളിവുകൾ സഹിതമാണ് നമുക്കത്. ഇപ്പം കുറ്റാരോപിതരാണ്. അവർക്ക് മിനു ഒരു തന്നിടത്തോടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തെളിവുകൾ സഹിതം കൊടുക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ അത് മുന്നോട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഒരാഴ്ചയായിട്ട് സിനിമാ ലോകം മൊത്തത്തിലൊരു പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയെ, ഈ വ്യവസായത്തെ തകർക്കുന്നതിലേക്ക് പോകുന്നതിനപ്പുറം ഇതിനകത്ത് 99.9% ആൾക്കാരും നല്ല രീതിയിൽ, നല്ല ചെറുപ്പക്കാർ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞില്ല, നല്ല അത്തരത്തിലുള്ള നല്ല ആൾക്കാരുടെ ഒരു എൻട്രി ഇപ്പം 5-6 വർഷമായിട്ടുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ, അല്ല സിനിമയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ വളരെ മോശക്കാരനാണ് ഇവരൊക്കെ എന്നൊരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കരുത്. കാരണം നമ്മുടെ എല്ലാ മേഖലകളിലും, ഇപ്പം നിങ്ങളുടെ ചാനൽ മേഖലകളിലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന് വളരെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഉപ്പ് മിനു പറഞ്ഞ പോലെ വെള്ളം സജീത ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലല്ലോ ഇതിനകത്തെ കുഴപ്പം എന്ന് പറയുന്നത്. നിങ്ങളുടെ മേഖലയിൽ നിന്ന് തന്നെ ആളുകൾ ഇങ്ങനെ വന്ന് പറയുകയാണ്. അവർക്ക് പറയാൻ ഇപ്പോൾ ധൈര്യം കിട്ടിയുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇവർ തന്നെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇവരാരും ഈ പരാതി പോലും കൊടുത്തിട്ടുള്ളതാണ് പലരും. ഈ അമ്മ എന്ന ഒരു വലിയ സംഘടന, ഒരു മഹാസംഘടന ഇവിടെ ഉണ്ടല്ലോ. ആ പരാതി പരിഗണിക്കുന്നവർ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ, ഈ നടിമാരോട് മോശമായി പെരുമാറുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവർ എവിടെ പോയി പരാതി പറയും? ഈ കൊടുത്ത പരാതി കീറിക്കളയുകയാണ്, ചവറ്റുകൊട്ടയിൽ ഇടുകയാണ്. അപ്പോൾ ഇത് ഇവർ തന്നെ മുന്നിൽ വന്ന് ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം ധൈര്യത്തോടെ പറയുന്നു എന്നതിന് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ പ്രശ്നമായിട്ട് ഞങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് എന്ന് താങ്കൾ പറയരുത്. ആ പുഴുക്കുത്തുക എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ്. മഞ്ജുഷ പറയട്ടെ. അല്ലല്ല ചാനൽ ചർച്ചകളുടെ ഉദ്ദേശം നമുക്കറിയാം. ചാനൽ ചർച്ചകൾ നമ്മുടെ ഈ മേഖലയിൽ ശുദ്ധീകരണം ഉണ്ടാകണമെന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എല്ലാ ഉദ്ദേശവും നിങ്ങളുടെ ഉദ്ദേശത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. എല്ലാ മേഖലകളിലും ഉണ്ട്. അത് ഞാൻ സംബന്ധിച്ച് ഈ മേഖലയിലുണ്ട്. ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലാണ്. ഈ മേഖലയിൽ ഒന്നും പാടില്ല. അതേക്കുറിച്ചൊരു സംശയം ഞങ്ങൾക്കില്ല. പിന്നെ ഇതിനകത്ത് സാധാരണ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാം,
ഇതിനകത്ത് പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്റർ ഓണേഴ്സുമാണ്. അതിന്റെ അപ്പെക്സ് ബോഡിയാണ് ഫിലിം ചേംബർ. അതോടൊപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻസ് ഉണ്ട്. നമ്മുടെ മേഖലയിലെ നമ്മുടെ ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റുകൾക്കായാലും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ, പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾ, അവർക്ക് അറിയാൻ വയ്യാത്തൊരു മേഖലയാണ്. അവർക്ക് പരാതി പറയാൻ സ്ഥലമുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇതിനൊരു ഫൈനൽ അതോറിറ്റി ഉണ്ട്. അവർക്ക് അതിനകത്ത് അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ആർക്ക് പരാതി ഉണ്ടെങ്കിലും വന്ന് വിളിച്ചു പറയാൻ പറ്റിയ സ്ഥലമുണ്ട്. അതിനിപ്പം അമ്മയിൽ പറയണമെന്നൊന്നുമില്ല. അമ്മയല്ല തീരുമാനമെടുക്കുന്നത്. സിനിമയിൽ വന്ന സമയം എന്ന് പറഞ്ഞ് അവർ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നയാളാണ്. താങ്കൾ തന്നെ പറഞ്ഞു ആദ്യ സിനിമയിൽ തന്നെ അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നുവെന്ന്. ഇവർ ആ സമയത്ത് എവിടെ പോയി പരാതി പറയും എന്ന് തേടി നടക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ സിനിമയിൽ വേണ്ടത്? താങ്കളെ പോലെയുള്ള ആളുകൾ അങ്ങനെ ഒരു ഉപദേശമാണോ ഇപ്പോൾ കൊടുക്കുന്നത്? ഇതിന് പ്രശ്നമേ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയണം. ആദ്യം താങ്കൾ ആവശ്യപ്പെടേണ്ടത് അമ്മ എന്നൊരു സംഘടന ഉണ്ടല്ലോ ഇവിടെ, അത് ഉടച്ചു വാർക്കുക എന്നുള്ള ആവശ്യം പറയുന്നു. ഇത് കേൾക്കാൻ പറ്റിയ, ഇത് കേൾക്കുന്ന സമൂഹത്തോട് പറയട്ടെ, ഇനിയും ഇത് കേൾക്കുന്ന പുതിയ തലമുറ, ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങളാണ് സിനിമയെ ഇത്രയാക്കിയത്. ജനങ്ങളോടും ഇവിടെ ടെക്നീഷ്യന്മാരായി വരാൻ വിവിധ മേഖലയിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ വരുന്നവരോട് ഞങ്ങളുടെ ഒരു ഉപദേശമാണ്. ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്, ഫിലിം ചേംബർ ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻസ് ഉണ്ട്. ഇവിടെയുള്ളവരെ ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ ഫൈനൽ അതോറിറ്റി അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ വന്ന് നിങ്ങൾക്ക് പരാതി പറഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കും. ഇന്ന് വരെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് നടപടി എടുത്തിട്ടുണ്ട്. അമ്മയല്ല തീരുമാനിക്കുന്നത് ആരഭിനയിക്കണം ആരഭിനയിക്കേണ്ടെന്ന്. അത് മനസ്സിലാവും. അതൊരു സ്വകാര്യ സംഘടനയാണ്, അതിലേക്ക് ഇടപെടാൻ ഞങ്ങളില്ല. പക്ഷെ ഇതിന് പണം മുടക്കുന്ന ഒരു വിഭാഗമല്ലേ, ആ പണം മുടക്കുന്നവർക്ക് ഒരു സേ ഇല്ലേ പഞ്ചുഷേ? എന്നുള്ളതാണല്ലോ കാണുന്നത്. മാത്രമല്ല ആ സേ ഇല്ല എന്ന് കാണേണ്ടി വരും. മാത്രമല്ല ഇവിടെ പ്രൊഡ്യൂസർക്കെതിരെ പോലും, പ്രൊഡ്യൂസർമാരിൽ നിന്ന് പോലും മോശം അനുഭവം മിനുവിന് ഉണ്ടായിട്ടുണ്ട്. മിനു അങ്ങനെ ഉണ്ടായില്ലേ? താങ്കൾ ഈ കുട്ടിക്കാനത്തെയാണെന്ന് തോന്നുന്നില്ലേ? കുട്ടിക്കാനത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോയ സമയത്തുണ്ടായില്ലേ? അങ്ങനെ താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ. അതെ, കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി വരുന്നവരാ. അപ്പൊ അവരെന്താ പറയാ, അപ്പൊ അവർക്ക് തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വി ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി, അപ്പൊ ഞങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാ കിട്ടുന്നത്? ഞങ്ങൾക്ക് അവർക്ക് അവരുടെ ആ പൈസ എന്ത് പോകുന്നതോ അവർക്ക് പ്രശ്നമില്ല. എനിക്ക് നല്ല ആക്ടേഴ്സിനെ എനിക്ക് കിട്ടണം, നല്ല നടന്മാരെ എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അത് ഈ പുതുതായിട്ട് പൈസ ഉണ്ടാക്കുന്നതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചില നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പടം നന്നായിട്ട് ചെയ്യണം എന്നുള്ളവരുണ്ട്. ഞാൻ മൊത്തം അടച്ചു പറയുകയല്ല, നല്ല പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, പടം ചെയ്യണം, അതിൽ നിന്നും കിട്ടുന്നവരുണ്ട്, വേറെ ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഈ പുതു പ്രൊഡ്യൂസർമാർ വന്നിട്ടാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ കാശ് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ആക്കണം. അതിനിടയിൽ ഞാൻ ഇത്രയും പൈസ ഇറക്കുന്നതല്ലേ, എനിക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? എനിക്ക് ഇതിനകത്ത് അഭിനയിക്കുന്നത്. ഈവൻ ഇപ്പൊ ഏതൊരു സിനിമയില് ഗർഭസ്ത്രീമാൻ, സുരാജ് വെഞ്ഞാറമൂട്, അതിനകത്ത് ഞാൻ സിദ്ദിഖിന്റെ ഭാര്യയായിട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ ഡയറക്ടർ എന്നോട് പറഞ്ഞു, മിനു പെട്ടെന്ന് അഭിനയിച്ചിട്ട് ഇന്ന് തന്നെ ഓടിപ്പോക്കോ, പ്രൊഡ്യൂസർ മിനുവിനെ കണ്ടാൽ വിടത്തില്ല എന്ന്. അങ്ങനത്തെ പ്രൊഡ്യൂസർമാരും ഉണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും വേണം. ഞാൻ പൈസ ഇറക്കുന്നതാണോ, എനിക്ക് എല്ലാ പെണ്ണും. അപ്പൊ അങ്ങനെയും ഉണ്ട്. ആരാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ? താങ്കൾക്ക് അറിയാമോ? അല്ലെങ്കിൽ സജിക്ക് അറിയായിരിക്കും അല്ലേ? ഞാൻ പറയട്ടെ മഞ്ജുഷ, ഇപ്പം മിനു പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ പുതിയതായിട്ട് അപ്കമിങ് ആണെന്ന് പറഞ്ഞ് വ്യാജമായി വരുന്നവരായിരിക്കും. സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിനിമ നിർമ്മാതാവാന്ന് പറഞ്ഞ് അഭിനയിച്ച് പല ലക്ഷ്യത്തോടെ വരുന്നവർ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ ഈ അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിലില്ല. ആണോ മിനു? അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, വെറുതെ ആന്നേ പുള്ളിക്കാരന്റെ. അത് നിങ്ങൾക്ക് പുള്ളിക്കാരനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം. മിനു ഒരു കാര്യം കൂടി, ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ആ നിയമ വഴികളിലേക്ക് അപ്പോൾ പോവുകയാണ്. അവരിങ്ങനെ തുറന്നു പറച്ചിൽ നടത്തിയത് മാത്രമല്ല, അതിന്റെ നിയമവഴിക്ക് പോകട്ടെ. അങ്ങനെ പോലീസിന് മുന്നിലേക്ക് വരുന്നു, സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ടി വരുന്നു, രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ഒന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് താങ്കൾ തയ്യാറാണോ? ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു, താങ്കൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. ഇതൊരു പരാതി കൊടുക്കുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? മിനു കേട്ടായിരുന്നോ? എന്നോടായിരുന്നോ? അതെ അതെ. അല്ല, ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കേസിന്റെ വഴിയെ പോവുകയാണ്.
അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു, താങ്കൾ അതിനൊരു വ്യക്തമായ മറുപടി നൽകിയില്ല. താങ്കൾ ഇതിൽ പോലീസിന് മുന്നിലേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ കേസുമായിട്ട് ഈ 7 പേരുടെയും പേരിൽ ഞാൻ പരാതി കൊടുക്കും. എൻക്ലേവ് എന്ന് ഇപ്പോൾ ഏർപ്പാടാക്കിയത് അംഗമില്ലേ, 7 അംഗ സംഘം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ ഓഫീഷ്യൽസിന്റെ മുമ്പിൽ ഞാൻ ഈ പരാതി കൊടുക്കും. എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഐ വിൽ പ്രൊസീഡ് ദിസ് കേസ്. ഐ വിൽ പ്രൊസീഡ് ബിക്കോസ് ഞാനാണ് ഇതിന്റെ വിക്ടിം. വേറെ കുട്ടികൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഐ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. ശരി, രാഹുൽ എന്താണ്? അല്ല, ശ്രീമതി മിനുവിന്റെ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. അങ്ങനെ പരാതി കൊടുക്കാൻ കൂടുതലുള്ളൊരു വരണം. ശ്രീമതി മിനു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ സജീവ് നമ്പ്യാട്ടൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്നവർ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ ഇങ്ങനെ പരാതി കൊടുക്കാൻ വരണം എന്നുള്ളൊരു നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുഴുവൻ മലയാളികളും ഇന്ന് പൃഥ്വിരാജ് എടുത്ത സമീപനം എടുക്കണം. പൃഥ്വിരാജ് വളരെ ബാലൻസ്ഡ് ആയി. പൃഥ്വിരാജ് പറഞ്ഞു പരാതി കൊടുക്കണം, പരാതി കൊടുക്കുന്നവർക്ക് നിയമ നടപടി നേരിടണം. ഇനിയും തിരിച്ച് വ്യാജ പരാതിയാണെങ്കിൽ അവരും നിയമ നടപടി നേരിടണം. പൃഥ്വിരാജ് വളരെ ഉറച്ചു എന്നത് പറഞ്ഞതിൽ എനിക്ക് പൃഥ്വിരാജിനെ കുറിച്ച് അഭിമാനമുണ്ട്. അതായത് പരാതി കൊടുക്കണ്ട, പരാതി കൊടുക്കാതെ തന്നെ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന നിലപാടിൽ നിന്ന് പരാതി കൊടുക്കുന്നതാണ് ശരിയെന്ന് ഇതിനെ അനുകൂലിക്കുന്ന മഞ്ജുഷും ഇതിനെ എതിർക്കുന്ന ഞാനും ഒരുപോലെ എത്തിച്ചേരുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്ത സെൻട്രിസ്റ്റ് ബാലൻസ്ഡ് പൊസിഷനാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അതായത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ സർക്കാർ ഓൾറെഡി തന്നെ അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിനെ അഭിനന്ദിക്കണം. നേരെ മറിച്ച് ശ്രീ രഞ്ജിത്ത് കേസ് കൊടുക്കുന്നുണ്ട്, മാനനഷ്ടത്തിനും ബാക്കിയുള്ള കാര്യത്തിനും കേസ് കൊടുക്കുന്നുണ്ട്. ശ്രീ സിദ്ദിഖ് രേവതി സമ്പത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. രേവതി സമ്പത്തിനെതിരെ ഒരുപാട് വേറെ ആരോപണങ്ങൾ / വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി വേണം. ആ ആരോപണങ്ങൾ ആര് ഉന്നയിച്ചാലും അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ മെക്കാനിസം വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് സ്ത്രീ എന്ത് പറഞ്ഞാലും അത് സത്യമാണ് എന്ന് അന്ധമായി വിശ്വസിച്ചത് വെളിപ്പെടുത്തലിനായിരുന്നു മാധ്യമങ്ങൾ വിളിച്ചിരുന്നത്. ഇന്നടക്കം പല ആൾക്കാരും ആരോപണമെന്ന് തിരുത്തി വിളിക്കുന്നത് വളരെ സന്തോഷകരമാണ്. അവിടെയാണ് ശരിയാവും തെറ്റാകാം. ഇനി ഇതിൽ ഒരുപാട് നല്ല പരാതി കാണും, ശരിയായ പരാതി കാണും, ഒരുപാടെണ്ണം വ്യാജ പരാതി കാണും. അങ്ങനെ വ്യാജ പരാതിയുടെ ഇരയായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. ഇങ്ങനെ വ്യാജ പരാതിയുടെ ഇരകളായ ഒരുപാട് മനുഷ്യർ പല കേസുകളിൽപ്പെട്ടാണ് നന്ദിനാരായണനും ശശി തരൂറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മോൻ അടക്കമുള്ള ആൾക്കാർ. അപ്പൊ വ്യാജ പരാതികൾ മാറ്റാൻ ക്യാൻസർ. ഇതാണ് ഒരു ബാലൻസ്. ഈ ബാലൻസ് നിലപാടിലേക്ക് പൃഥ്വിരാജ് വന്നത് വളരെ സ്വാഗതാർഹമാണ്. പൃഥ്വിരാജ് ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു, ബാക്കിയുള്ള പൊതുസമൂഹം ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു. അവിടെയാണ് ആരും സ്ത്രീകളെ ദ്രോഹിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. എന്നാൽ സ്ത്രീകളെ ദ്രോഹിച്ചു എന്ന് വ്യാജ പരാതി പറയുന്നവർ യഥാർത്ഥത്തിൽ മീറ്റു മൂവ്മെന്റിന്റെ അന്തസത്ത ഇല്ലാതാക്കുക. അല്ല, താങ്കൾ ഈ മിനുവിന്റെ ഈ വെളിപ്പെടുത്തലിൽ താങ്കൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, താങ്കളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ശ്രീമതി മിനുവിനെ കാണുന്നത്. ശ്രീ സജീവ് നമ്പ്യാട്ടടക്കം ഞങ്ങളൊക്കെ ശക്തമായി പുരുഷന്റെ റൈറ്റിനും കൂടെ വേണ്ടി വാദിക്കുന്നതാണ്. അദ്ദേഹം അടക്കം വളരെ ബഹുമാനത്തോടാണ് അവരോട് ഇടപെടുന്നത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ മാഡം പരാതി കൊടുക്കാൻ തയ്യാറാണ്. അതിന് ഞാൻ മാഡത്തെ അഭിനന്ദിക്കുന്നു. ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആ പരാതിയെ ഓൾറെഡി വെളിപ്പെടുത്തണമെന്ന് വിളിച്ച് ബാക്കിയുള്ളവരെ അപകീർത്തിപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത്. ശരി, ശ്രീമതി